ഹലോ. ധന്യവർമ്മയ്ക്ക് അനുപമ പരമേശ്വരൻ നൽകിയ അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ദേശീയ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചാ വിഷയമാണല്ലോ. നാർസിസിക് അബ്യൂസ് എന്ന വാക്കാണ് ഇപ്പോൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്നുള്ള തിരിച്ചറിയും എത്രത്തോളം ആളുകൾ അതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള തുറന്നു പറച്ചിലും ഒക്കെ കമൻസിലും മറ്റും ധാരാളമായി കാണാം. ഇതൊക്കെ കേട്ടപ്പോൾ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്കിടയിൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്: ഉള്ളിൽ കൂടെ കുത്തുക. ചില സ്ത്രീകൾ മറ്റുള്ളവരുടെ ഇടയിൽ നല്ല പിള്ളയാണ്, മയത്തിൽ സംസാരിക്കുകയും ആളുകളെ കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഒരു അവസരം വന്നാൽ അവരുടെ താല്പര്യത്തിനു വേണ്ടി മറ്റൊരാളെ ഒറ്റപ്പെടുത്താനും വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കാനും ഒക്കെ വളരെ മിടുക്കായിരിക്കും. ഒരു കാര്യവും അവർ നേരിട്ട് എതിർക്കുകയോ പറയുകയോ ചെയ്യില്ല. പക്ഷെ മറ്റാരും അറിയിക്കാതെ അവർ കരുക്കൾ നീക്കുകയും ചെയ്യും. അതിപ്പോൾ ഒരു ഓഫീസിലായാലും വീട്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെ. ഇത്തരത്തിൽ മാനസിക പീഡനം അനുഭവിക്കുന്ന എത്രയോ മനസ്സുകളുണ്ട്. ഒന്നും തുറന്നു പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. മനസ്സുമെടുത്ത് പൊട്ടിത്തെറിച്ചാൽ നമ്മൾ തന്നെ കുറ്റക്കാർ. ആണുങ്ങൾക്കിടയിലെ നാർസിസിസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുരുഷ മേധാവിത്വം കൂടി ഉൾപ്പെട്ടതാണ്. അവരുടെ രീതിക്ക് മനോഭാവത്തിനനുസരിച്ച് പരിധിയിൽ നിൽക്കുക. ഈ ഒരു കാലഘട്ടത്തിലും തനിക്ക് ഒതുങ്ങി നിൽക്കുന്ന പെൺകുട്ടികളെ ആഗ്രഹിക്കുന്ന 90s കിഡ്സ് വരെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നാർസിസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന അമ്മമാരും അമ്മായിയമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും നാത്തൂമാരും ഭർത്താവും ഭാര്യയും ഒക്കെ ഉണ്ട്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി പറയുന്നതാണ്. അല്ലെങ്കിലും ട്രിക്സ് ആൻഡ് ടാറ്റിക്സ് ഇല്ലാത്തവർ ജീവിതത്തിൽ ഒരു പരാജയമാണ്. ഇതൊക്കെ അധികമാകുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഒരുപക്ഷെ നമ്മളിൽ പലരും ഇങ്ങനെയുള്ള മാനസിക വിഷമങ്ങൾ ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ, അഥവാ നമ്മൾ പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ നല്ലവരായിരിക്കും. അവർക്ക് തന്ത്രപരമായി പെരുമാറാൻ കഴിവുണ്ടാവും. ഇത് ലവേഴ്സ് ആയാലും ഭാര്യയോ ഭർത്താവോ ആവാം, അതുമല്ലെങ്കിൽ മറ്റു ബന്ധുക്കളാവാം. എന്തായാലും ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രം തിരിച്ചറിയാവുന്ന സത്യമാണ്. ഇത് ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു കാര്യമാണ്. ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് അസസ്റ്റ് ചെയ്യിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടിയോ മറ്റൊരാൾക്ക് വേണ്ടിയോ സ്വയം ഡയഗ്നൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഐഡിയോളജിക്കൽ ഡിഫറൻസസ്, അരോഗൻസ്, നാർസിസിക് ട്രേറ്റ്സ്. ഇപ്പോൾ ചിലരുണ്ട്, ഒരാൾ മറ്റുള്ളവരെക്കാൾ മികച്ചതോ അംഗീകരിക്കപ്പെടുന്നതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ തോന്നുന്നതിൽ സംതൃപ്തിയോ സന്തോഷമോ കണ്ടെത്തുന്ന ഒരവസ്ഥയുള്ളവരുണ്ട്. ഇപ്പം നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതൊരു മൂർധന്യാവസ്ഥയിലുള്ള മനോരോഗാവസ്ഥയാണ്. അപ്പോൾ ഓരോ ലക്ഷണങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാകും. എല്ലാം ഈ ഡിസോർഡർ ആവണമെന്നില്ല. അനുപമയുടെ തുറന്നു പറച്ചിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും അത്യാവശ്യം തന്നെയാണ്. അനുപമ തൻ്റെ ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞതുപോലെ തന്നെ കുറേ പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ, തിരിച്ചറിവുണ്ടായാൽ നല്ലതല്ലേ. തൻ്റെ കണ്ണീർ ഗ്രന്ഥി താഴ്ന്നു പോകുന്ന തരത്തിൽ 2 വർഷത്തോളം മാനസികമായും ശാരീരികമായും അനുപമ അനുഭവിച്ചു എന്ന് പറയുന്നത് ഒരു ഞെട്ടലോടെ കേൾക്കാൻ പറ്റും. പക്ഷെ ഇത്രയധികം ധീരമായി തുറന്നു പറയൽ നടത്തിയിട്ടും എന്തുകൊണ്ട് അനുപമ ആ വ്യക്തിയെക്കുറിച്ച് ഒരു സൂചന പോലും നൽകുന്നില്ല? ഒരുപക്ഷെ അയാളുടെ പേര് പറയാത്തത് തന്നെയാവും അനുപമയ്ക്ക് ഇത്ര വലിയ ധൈര്യം നൽകുന്നത്. അതേസമയം ആ വ്യക്തി ധ്രുവ് വിക്രം തന്നെയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ധ്രുവുമായുള്ള അനുപമയുടെ പ്രണയവും ഗോസിപ്പുകളും സ്വകാര്യ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായിരുന്നു. പൊതുപരിപാടികളിലും വിദേശ യാത്രകളിലും ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കുന്നതും മറ്റുമുള്ള ചിത്രങ്ങൾ വൈറലാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അനുപമയോ ധ്രുവോ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ആ പ്രണയ ഗോസിപ്പുകൾ സത്യമല്ലെങ്കിൽ, തൻ്റെ പങ്കാളി ധ്രുവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനും അനുപമ നൽകുന്നില്ല. ഇതിനെതിരെ തനിക്കെതിരെ ഇത്രയും സൈബർ അറ്റാക്ക് ഉയരുമ്പോഴും ധ്രുവും ഇതിനെതിരെ എവിടെയും പ്രതികരിച്ചതായിട്ട് കണ്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ധ്രുവ് തന്നെയാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ നാർസിസത്തെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചയിലാണ്. ഒരാൾ നമ്മളൊരു വാക്കത്തിയെടുത്ത് വെട്ടുന്നതിനേക്കാൾ വലിയ പ്രഹരമാണ് അവർ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത്. അത് വാക്കുകൾ കൊണ്ടാകാം, ചെറിയൊരു നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും വരെയാകാം, ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടാകാം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാകാം, നമ്മുടെ അവസരങ്ങൾ തട്ടിയെടുത്തുകൊണ്ടാകാം. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത, പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കാത്ത ട്രോമകൾ അനുഭവിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. അത് ചെറിയൊരു കാര്യവുമല്ല. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും. ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.